അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നമുക്ക് തെറ്റാണ് പറ്റിയതെങ്കിൽ നമ്മളത് വിലയിരുത്തണം. അവൻ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിന് 33 സ്കൂളുകൾ കൊടുത്തായി. നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റ് മുന്നോട്ടു പോകുമ്പോൾ പഴയ രാഷ്ട്രീയ തർക്കങ്ങളും കടുത്ത വിമർശനങ്ങളും മനസ്സിൽ വെക്കാതെ ഒരു മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാൻ ലീഗ് കാട്ടിയ ആർജവം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഒരു കാലത്ത് ലീഗിന്റെ 5ാം മന്ത്രിപദ ചർച്ചകൾക്കെതിരെയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിനെതിരെയും ആഞ്ഞടിച്ച അതേ VD സതീശനെ ഇന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിക്കാൻ ലീഗ് എടുത്ത നിലപാടുകൾ നമ്മെ രാഷ്ട്രീയത്തിലെ പഴയൊരു അധ്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അന്ന് VD സതീശൻ നടത്തിയ ആ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട പാർട്ടി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഘടകകക്ഷികളോടൊക്കെ വലിയ സ്നേഹമാണ്, സ്നേഹം കൂടുതലാണോ എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. സ്നേഹം കൂടുതലുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പണ്ട് പോലെ നമ്മുടെ ഒരു ട്രഡീഷൻ, അത് നമ്മുടെ ഒരു ദൗർബല്യമായി കണക്കാക്കിയ ആളുകൾ സമ്മർദ്ദം ചെലുത്താൻ നോക്കിയാലോ. ഇപ്പൊ അതാണ് വിവാദം. 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചിന്തിക്കണം, ആത്മപരിശോധന നടത്തണം. അല്ലെ, അവർക്ക് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത്? ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അനാവശ്യമായൊരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവരോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേതൃത്വത്തിനും അപക്വമായ തീരുമാനമാണ് നമ്മൾ എടുത്തത്. ഭരണപരമായ പക്വത നമ്മൾ ആ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തെറ്റാണ്. അവൻ തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിന് 33 സ്കൂളുകൾ കൊടുക്കുന്നതായിരുന്നു. 33 സ്കൂളുകൾ കൊടുക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് അർഹമായ സ്കൂളുകളായിരിക്കാം, തെറ്റില്ല. പക്ഷെ എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണോ ഈ 33 സ്കൂള്? അവിടെ ഒരാൾ പറയണ്ടേ ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒന്ന് മാറ്റിവെക്കി, നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലായി കഴിയുമ്പോൾ നമുക്കെടുത്ത് കൊടുക്കാം. ഇപ്പൊ ധൃതി എന്താ? ഇപ്പൊ തന്നെ കൊടുക്കണം. ധൃതി എന്താ? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷൻ ഒക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. ആരും ചോദിച്ചില്ല അല്ലേ? ആരും പറഞ്ഞില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നു, ചോദിച്ചിരുന്നു, ഓർമ്മപ്പെടുത്തിയിരുന്നു എങ്കിൽ ആ തീരുമാനം ഗവൺമെന്റ് എടുക്കില്ലായിരുന്നു. ആ തീരുമാനം കൂടി വന്നപ്പോൾ ആളുകൾക്ക് സംശയം, ഇത് നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത്. അത് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? സംശയം ഉണ്ടാകുന്നതാണ്, നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മളെപ്പോഴും ഇതാണ് ദന്തഗോപുരവാസികൾ അല്ലാതെ സാധാരണ ജനങ്ങൾ എന്തു പറയുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്ന് അറിയാനുള്ള സംവിധാനം നമ്മുടെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം. ഉണ്ടാകാതെ പോകുമ്പോഴാണ് ആള് എന്ത് പറഞ്ഞാലും കാര്യമില്ല, അത് നമ്മളത് തീരുമാനിക്കും, നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണ്ടേ അത് ചെയ്യണം, അത് ചെയ്യരുത്, അത് തീരുമാനമെടുക്കണം എന്ന് പോകണം. ഇത് നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഗവൺമെന്റ് അല്ലേ? ഇതിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ 5 വർഷക്കാലം എത്രമാത്രം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതിനെയെല്ലാം നമുക്ക് വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തികളെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും വേണം. എന്നാൽ കാലം മാറി, കഥ മാറി. 2026 ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ പല MLA മാർക്കും VD സതീശന്റെ കാര്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹൈക്കമാൻഡിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ ലീഗ് നേതൃത്വം മുന്നിൽ നിന്നു. പഴയ വിയോജിപ്പുകളൊന്നും മനസ്സിൽ വെക്കാതെ മുന്നണിയുടെ കെട്ടുറപ്പാണ് പ്രധാനമെന്ന് ലീഗ് തെളിയിച്ചു. മാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ കരുത്തിൽ 63 MLA മാരുമായി നിൽക്കുന്ന കോൺഗ്രസിനും ഒപ്പം മാണി C കാപ്പൻ ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്കും വഴങ്ങി ഒടുവിൽ 4 മന്ത്രിപദത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നിട്ടും UDFന്റെ നിർദ്ദേശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് തയ്യാറായി. സമ്മർദ്ദ രാഷ്ട്രീയത്തിനപ്പുറം ജനാധിപത്യപരമായ വിട്ടുവീഴ്ചകൾക്ക് ലീഗ് തയ്യാറായതുകൊണ്ടാണ് ഈ ഭരണം സുഗമമായി മുന്നോട്ടു പോകുന്നത്. പഴയ നിലപാടുകളിൽ നിന്ന് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയം എന്നത് വെറും വാക്പോരുകളല്ല, മറിച്ച് വിട്ടുവീഴ്ചകളുടെയും പരസ്പര വിശ്വാസത്തിന്റെയും കലയാണെന്ന് ഈ സതീശൻ ലീഗ് കെമിസ്ട്രി തെളിയിക്കുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.